ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു സീക്രട്ട് ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസിപ്പി എന്നല്ല, നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറുത് മുതൽ ഷുട്ടൂനും ഉപയോഗിച്ച് വരുന്നതാണ്. ഷുട്ടൂന് മാത്രമല്ല, ഒരു അമ്മ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം അമ്മ ഇപ്പോൾ കുട്ടപ്പനായാലും ഏച്ചിക്കായാലും എല്ലാവർക്കും ചെറുപ്പം തൊട്ടിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഓയിലുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ തേങ്ങയൊക്കെ പാലൊക്കെ ആട്ടി എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടായിന്. അപ്പോൾ ആ ഒരു ഓയിൽ നമ്മളിപ്പം ചുട്ടിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വെളിച്ചെണ്ണ കൂടാണ്ട് ആവശ്യമുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റും ബീട്രൂട്ടും. നമ്മളിവിടെ 2 ക്യാരറ്റും 1 ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം. അമ്മയുടെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം കഴിയുമ്പോഴേക്കും ഞാനൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കും. നോട്ട് ദ പോയിൻറ്റ്, നല്ല പോലെ അരയണം. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. അത് വലിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങൾ നോർമൽ എത്രയാണോ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പിന്നെ നമ്മളിവിടെ തേങ്ങ ആട്ടിയിട്ട് തന്നെയാണ് വെളിച്ചെണ്ണ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് തേങ്ങാപ്പാൽ വേപ്പിച്ചിട്ടാണ് വെളിച്ചെണ്ണ എടുക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ പാക്കറ്റ് വെളിച്ചെണ്ണയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഈ അരച്ച സംഭവങ്ങളെല്ലാം അതിലേക്കിട്ട് നല്ലപോലെ കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെയിം ഓയിലിൻ്റെ സംഭവം തന്നെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ന്യൂ ബോൺ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതായത് ഷുട്ട് ന്യൂ ബോൺ ആയിട്ടുള്ള സമയത്ത് അമ്മ ക്യാരറ്റും ബീട്രൂട്ടും ആയിരുന്നില്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പകരം പച്ചമഞ്ഞളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പച്ചമഞ്ഞൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ തന്നെ ചെറിയതായിട്ട് ഒന്ന് അരച്ച് അല്ലെങ്കിൽ ചതുക്കിയിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ ചേർത്ത് നല്ലോണം വേപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു 6 months വരെയെല്ലാം ഷുട്ടു നല്ലപോലെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഈ ഒരു ഓയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവമാണ്. നമുക്കും സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഓൾറെഡി നമ്മൾ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഔട്ട്റൈറ്റ് ഉപയോഗിക്കുമ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാനും അത്യാവശ്യം ഫേസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പിന്നെ അധികം ഓയിൽ ഫേസിൽ പറ്റാത്തതുകൊണ്ട് മാത്രം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാറില്ല എന്നേ ഉള്ളൂ. ഷുട്ടു എപ്പോഴും ഇങ്ങനത്തെ സംഭവം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഈ ഒരു പാകത്തിന് നല്ല പോലെ അരച്ച് സെറ്റാക്കി ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പം അമ്മ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയേ വേണ്ടൂ. അപ്പോൾ നമ്മൾ നല്ല പോലെ ക്രഷ് ചെയ്ത് അരച്ചിട്ട് ബീട്രൂട്ടും ക്യാരറ്റും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തേങ്ങ എടുക്കേണ്ട പരിപാടിയുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ചുട്ടൂന് മാത്രം ഉപയോഗിക്കാൻ ആക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്ര മാത്രമേ ബീട്രൂട്ടും അതെല്ലാം ആവശ്യമുള്ളൂ. നമ്മളൊരു 3 തേങ്ങ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 തേങ്ങയ്ക്ക് എന്തായാലും 500 വെളിച്ചെണ്ണ ഒന്നും കിട്ടൂല. കുറച്ചൊരു 300 200 വെളിച്ചെണ്ണയൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ആവശ്യമായിട്ടുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ തേങ്ങ ആട്ടിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് മില്ലിൽ നിന്ന് വാങ്ങിച്ചിട്ടോ പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്കാം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ പറഞ്ഞ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഏതാ ചുട്ടുവാവാ? ഇതാ ചുട്ടുവാവാ? അമ്മേൻ്റെ പണിയെല്ലാം ഏകദേശം ഒതുങ്ങിയതിന് ശേഷം ഇതാ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. 3 തേങ്ങയല്ല, അമ്മ ഒരു 6 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 5 നമ്മൾ നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ വെള്ളം തരാം. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ച അമ്മ 3 തേങ്ങ എടുക്കുള്ളൂ. 6 തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ 5 തേങ്ങ എടുത്തിട്ടുണ്ട്. തരാടാ
അത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചിട്ട് തേങ്ങാപ്പാൽ അമ്മ എങ്ങനെയാണ് പാലെടുത്തതെന്ന് വെച്ചാൽ ചെറുതായിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പയിലിട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 തേങ്ങ അമ്മ ഉരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 5 എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് കുറേയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 250 അങ്ങനെയുള്ള സംഭവത്തിന് മാത്രമേ നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി എല്ലാത്തിൻ്റെയും പാല് ഫുള്ളായിട്ട് എടുക്കണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണെങ്കിലും പക്ഷേ നല്ലപോലെ മാൻ പവർ ആവശ്യമുള്ള ഒരു പരിപാടിയാണിത്. മാൻ പവർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതിന് അത്യാവശ്യം നല്ലപോലെ മാൻ പവർ വേണം. അപ്പോൾ നമ്മളടുത്ത് തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആക്കുന്നു എന്ന് മാത്രം. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് തേങ്ങാപ്പാലെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് വെച്ചിട്ടല്ല നമ്മൾ. ഇനി ഇത് പതുക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ കുറുക്കി തേങ്ങ എടുത്ത് എണ്ണയാക്കി എടുക്കണം. കുറച്ച് നല്ല പണിയുണ്ട്, എളുപ്പത്തിലൊന്നും പരിപാടി നടക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആക്കുമ്പോൾ കാണാം. നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും അരച്ച് വെച്ച സംഭവം ഇപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കും. എന്നിട്ടാണ് നമ്മൾ നല്ലോണം കുറുക്കിയെടുക്കാൻ പോകുന്നത്. ഫുള്ളായിട്ട് ഇടാം അല്ലേ? ഇടട്ടെ ഇടട്ടെ. എൻ്റെ കൈ ഒരു കൈ ഫ്രീ അല്ല. അങ്ങനെ ഇതാ നമ്മൾ പാലിൻ്റെ അകത്ത് ഫുള്ള് അരച്ച് വെച്ച ബീട്രൂട്ടും പിന്നെ നമ്മുടെ ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്ത് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇത് കുറേ നേരം സ്റ്റെയിൻ ചെയ്ത് എടുക്കേണ്ട സംഭവമാണ്. നമ്മളത് ഇളക്കി നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പൊസിഷൻ എത്തുമ്പോൾ മാത്രം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് അടുപ്പിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഗ്യാസിൽ വെച്ചാൽ എന്തായാലും നമുക്ക് പണി പാളും. അങ്ങനെ ഇത് ഏകദേശം കുറുകി വന്നതിന് ശേഷം ഈ ഒരു കളറായിട്ടുണ്ട്, ഒരു ക്രീം കളറ്. ഇത് കാണുമ്പോൾ നിങ്ങൾ പായസമെന്ന് വിചാരിക്കും, പക്ഷെ പായസമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി പിന്നെയും ഇത് നല്ലപോലെ കളറ് മാറും, നല്ലപോലെ വറ്റി വരും. നമ്മുടെ മഞ്ഞളിട്ടിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ യെല്ലോയിഷ് കളറാണ് ഉണ്ടാവുക. നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണയിലും നല്ലപോലെ മഞ്ഞ നിറം കാണാൻ പറ്റും. ഇതിന് അത്യാവശ്യം അങ്ങനത്തെ വ്യത്യാസമുള്ളൊരു കളറൊന്നും ആയിരിക്കില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇത്രയും പാലിന് അത്ര ക്യാരറ്റും ബീട്രൂട്ടും മതിയോ നിങ്ങൾ വിചാരിക്കണം. കാരണം ഇത് മൊത്തമായിട്ട് ഉരുകി വരുമ്പം ഒന്നും ഉണ്ടാവില്ല. ഇതന്നെ നമുക്ക് ആകെ ഒരു 250 ml മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല മാൻ പവർ. നമ്മൾ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മാത്രമേ ഇത് സ്റ്റെയിനായിട്ട് വരുള്ളൂ. എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ തിളച്ച് മറിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. One eternity later.
അങ്ങനെ കുറേ നേരം കൈ വിടാണ്ട് ഇളക്കി നമ്മുടെ ഏകദേശം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മയായിരുന്നു കൂടുതലായിട്ടും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നേ. മുടിവൻ എത്രയായിനല്ലേ, അതെല്ലാം പുറത്താവും. നമ്മളെ ഷുട്ട് ബേബി അപ്പളേക്ക് എണീച്ചെൻ്റെ ഒരു മൂഡ് ശരിയായില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നോക്കട്ടെ. എണ്ണയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഇതാ നമ്മളെ ചുട്ടു എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇങ്ങനെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് കളർ മാറി ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ, നല്ല ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. കണ്ടില്ലേ എണ്ണയെല്ലാം സൈഡിൽ വരുന്നത്, അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഇത് മൊത്തം കളറ് മാറി വരണം. ഏകദേശം റെഡിയാകാറായി തോന്നുമ്പോൾ നമ്മൾ കൈവിടാണ്ട് ഇളക്കിയില്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സീക്രട്ട്, നമ്മളുടെ വീട്ടിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി നമ്മൾ തണിഞ്ഞ് വന്നിട്ടാകുമ്പം എല്ലാം കൂടെ ഒന്ന് പിഴിഞ്ഞ്, അമ്മ ഇവിടെ നൈസായിട്ടുള്ള ചുട്ടുവിൻ്റെ ഒരു പഴയ തുണി ഉണ്ടായിരുന്നു നമ്മൾ കുട്ടിയൊക്കെ ഉപയോഗിക്കുന്ന മുണ്ടിൻ്റെ, മുറിച്ച മുണ്ടിൻ്റെ. അപ്പോൾ അത് വെച്ച് നല്ലപോലെ അരിച്ചെടുക്കും. മൊത്തമായിട്ടും നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയായാലും നമുക്കൊരു 6 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഒരു കേടും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ആ പിഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ള എണ്ണയൊക്കെ അമ്മ നന്നായിട്ട് ഷുട്ടുവിൻ്റെ ദേഹത്ത് തന്നെ തേച്ച് പിടിപ്പിക്കാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ ആളെയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിച്ച് വെച്ചിരുന്ന സംഭവങ്ങൾ ചേർത്തു. കണ്ടില്ലേ, വലിയ വ്യത്യാസമില്ലാത്തൊരു കളറാണ്, നല്ലൊരു ഗോൾഡൻ കളർ പോലെ നമുക്ക് തോന്നും. നമ്മൾ മറ്റേ എണ്ണയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഒരു യെല്ലോയിഷ് കളറാണ് ഉണ്ടാവുക. അതിൻ്റെ എന്താ നമ്മളെ ഫസ്റ്റ് ബാച്ച് ഓഫ് എണ്ണയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ പീരയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നല്ല, നല്ല പണിയാണ്. അതിനേക്കാളും നിങ്ങൾ മറ്റു ജാതിയുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്ര പണി ഉണ്ടാവില്ല, കുറച്ച് ഈസി ആയിരിക്കും. നമുക്കതെല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കി സ്റ്റെയിൻ ചെയ്തെടുക്കല്ലേ വേണ്ടൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സീക്രട്ട് ഓയിൽ എന്ന് പറയുന്നത്. അമ്മ തേക്കും. പുറത്തല്ല തേച്ചോ. കഴുത്തിനടുക്കാക്കി കൊടുത്തല്ലോ. അതച്ചമ്മക്ക ഷുട്ടൂന് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് എൻ്റെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേസിൽ അധികം അങ്ങനെ ഓയിൽ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്കധികം പറ്റാറില്ല, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി സംഭവമാണ്. ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ തരി പോലെ മുഖത്തിങ്ങനെ പൊന്തും. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്ത അധികം. പക്ഷേ ഇത് കണ്ടപ്പം ഞാൻ കുറേ നാളായി യൂസ് ചെയ്തിട്ട്, അപ്പോൾ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു. നല്ലപോലെ മുഖത്തൊക്കെ ഇട്ട് ഡാർക്ക് സർക്കിൾസൊക്കെ വന്നുകൊണ്ട് കണ്ണിൻ്റെ താഴെയൊക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തു ഞാൻ. എന്നിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഷുട്ടൂനെ കുളിപ്പിച്ചിട്ട് നേരെ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഓയിൽ ഉണ്ടാക്കിയ ഒരു കഥ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ ഫേസിൽ നല്ല ഓയിൽ മസാജും കാര്യമൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പം ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറയില്ല, കുറച്ച് പണിയാണ്. പക്ഷെ അതിപ്പോൾ നമ്മൾ തേങ്ങ ഉരുക്കി വെളിച്ചെണ്ണ എടുത്തുകൊണ്ടുള്ള കുറച്ച് കഷ്ടപ്പാടാണ്. അല്ലാണ്ട് നിങ്ങൾ മില്ലിൽ നിന്നോ അല്ലെങ്കിൽ എന്തോ പാക്കറ്റ് വെളിച്ചെണ്ണ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ ഇത്ര പാടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പെർഫെക്റ്റ് ഓർഗാനിക് ആയിട്ടുള്ളൊരു ബ്യൂട്ടി നല്ലൊരു മോയ്സ്ചറൈസിങ് ഓയിലാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട. എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.